എല്ലാവരും S26 അൾട്രയിലുള്ള ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൈവസി ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുമ്പോൾ പറയാൻ മറന്നുപോയ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി നോക്കും. കാരണം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി 10-bit ഡിസ്പ്ലേ വന്നിരിക്കുന്നു. സൈഡ്സ് കുറച്ചുകൂടി റൗണ്ടഡ് ആയി, പക്ഷെ ഫ്രെയിം വീണ്ടും അലുമിനിയമായി. എസ് പെന്നിന്റെ അറ്റം വളഞ്ഞു, ബട്ട് സ്മാർട്ട് ഫോൺ വളരെയധികം തിന്നായി. സോ സാംസങ് ഫൈനലി ഒരു യഥാർത്ഥ AI ഫോൺ കൊണ്ടുവന്നു. അൺബോക്സിംഗ് ആസ് യൂഷ്വൽ. ബോക്സിനകത്ത് ഫോൺ, സിം ടൂള്, കുറച്ച് ഡോക്യുമെന്റേഷൻസ് ആൻഡ് ടൈപ്പ് സി കേബിൾ. എന്റെ കയ്യിലുള്ള ഈ കളർ കൊബാൾട്ട് വയലറ്റ് ആണ്. എനിക്ക് ഏകദേശം ഈ സെയിം കളറിലുള്ള ഒരു S24 Plus ഉണ്ടായി. ബട്ട് ഇത് ഒരു ചെറിയ ഡ്യുവൽ ടോൺ ഫിനിഷ് പോലെ തോന്നും. ലൈറ്റ് അടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഡാർക്ക് ആവാ അല്ലെങ്കിൽ ഷൈനി ആവാ എന്നിങ്ങനെ 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. ആൻഡ് 2 കളേഴ്സ് എക്സ്ക്ലൂസീവ്ലി ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിനേക്കാളും ഫോട്ടോ കണ്ടപ്പോൾ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ബ്ലാക്കും അതേപോലെ വൈറ്റ് കളേഴ്സും ആണ്. ക്യാമറ ലേഔട്ട് ഫോൾഡ് 7 കണ്ട പോലെ തന്നെ ഒരു ക്യാമറ ഐലൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. സൈഡിലുള്ള ക്യാമറാസ് അങ്ങനെ തന്നെയാണ്. കുറച്ചുകൂടെ സ്ലിമ്മർ ഫോൺ ആണ്. ജസ്റ്റ് 7.9mm മാത്രമാണ് തിക്നെസ്. ബട്ട് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ അത്ര സ്ലിംനെസ് ഫീൽ ഇല്ല, കാരണം ഒരു ബോക്സി ഡിസൈനിലാണല്ലോ വരുന്നത്. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. ആൻഡ് 214 ഗ്രാം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഇയറിനെക്കാളും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. തിക്നെസ് കുറഞ്ഞുകൊണ്ട് തന്നെ ക്യാമറ മൊഡ്യൂൾ കുറച്ചുകൂടി പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട്. ആൻഡ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ S25 Ultra ഒരു കേസ് ഇട്ട് നോക്കി. അത് ഇതിന് പാകാവില്ല. 214 ഗ്രാം വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടൈറ്റേനിയത്തിൽ നിന്നും ഇവർ തിരിച്ച് അലുമിനിയം ഫ്രെയിമിലേക്ക് വന്നു. ബട്ട് മീ പേഴ്സണലി എനിക്ക് അലുമിനിയത്തിനോട് വലിയ വെറുപ്പൊന്നുമില്ല, കാരണം അലുമിനിയം ആയിരുന്നു കുറച്ചുകൂടി ബെറ്റർ ഹീറ്റ് ഡെസിപ്പേഷൻ. ഒരു കൊല്ലത്തിൽ ഐഫോൺ ടൈറ്റേനിയം കൊണ്ടുവന്നപ്പോൾ ഇവരും അതിലേക്ക് ഒന്ന് ചാടി, ബട്ട് തിരിച്ച് ഇപ്പോൾ അലുമിനിയത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ബട്ട് മോർ റൗണ്ടഡ് കോർണേഴ്സ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിൾ ആണെങ്കിലും എസ് പെന്നിന്റെ അറ്റം ഇത്തവണ കുറച്ച് റൗണ്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എസ് പെൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കഴിഞ്ഞ കൊല്ലം അലക്ഷ്യമായിട്ട് ഏത് രീതിക്ക് വേണമെങ്കിലും വെക്കാമായിരുന്നു. ബട്ട് ഇക്കൊല്ലം അങ്ങനെ പറ്റില്ല. ആ ഒരു കർവേച്ചർ ഉള്ളതുകൊണ്ട് നിങ്ങൾ തിരിച്ചാണ് എസ് പെൻ വെക്കുന്നതെങ്കിൽ ഫോണിനകത്ത് വാണിംഗ് ഒന്നും കാണിക്കില്ലെങ്കിലും പുറത്ത് ഇങ്ങനെ തള്ളി നിൽക്കും. സോ ഇൻ കേസ് ഈ ഫോൺ വാങ്ങുവാണെങ്കിൽ ഒരു പ്രോ ടിപ്പ്, ഈ ഒരു എസ് പെന്നിന്റെ മുകളിൽ ഈ ഒരു ബട്ടൺ കണ്ടോ, അത് മുകളിലേക്ക് ഫേസ് ചെയ്യുന്നത് പോലെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് വെക്കാൻ പറ്റും. എസ് പെൻ കുറച്ചുകൂടി സ്ലിമ്മർ ആയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ബ്ലൂടൂത്ത് എടുത്ത് മാറ്റിയപ്പോൾ വളരെയധികം ക്രിറ്റിസിസം കിട്ടി. ബട്ട് അത് ഇത്തവണ കൊണ്ടുവരുന്നു വിചാരിച്ചു. ബ്ലൂടൂത്ത് ഇത്തവണയും ഇല്ല. ബട്ട് ബാക്കിയുള്ള എസ് പെൻ ഫീച്ചേഴ്സ് എല്ലാം S25 അൾട്രയിൽ കണ്ട പോലെ തന്നെ ഇതിലും ലഭിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോൺ IP68 റേറ്റഡ് ആണ്. ഒരു ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈൻ ആണ്. ബാക്ക് സൈഡിൽ ഒരു മാറ്റ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെയിം 6.9 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. ബട്ട് സൈഡ്സ് റൗണ്ടഡ് ആണ്. ബെസൽസ് ആസ് യൂഷ്വൽ വളരെ തിന്നാണ്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആർമർ 2ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് വിത്ത് പ്രൈവസി ഡിസ്പ്ലേ. പല ആൾക്കാരും ഒരു പ്രൈവസി ഡിസ്പ്ലേക്ക് വേണ്ടി ഒരു ഫോൺ വാങ്ങണം, ഒരു പ്രൈവസി സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചാൽ പോരെ എന്ന് കമന്റ് കണ്ടു. ആക്ച്വലി ഒരു പ്രൈവസി സ്ക്രീൻ ഗാർഡിനും ഇതിനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേക്ക് അകത്ത് ആക്റ്റീവ് മെട്രിക്സ് ലെയർ ഉണ്ട്. നോർമലി നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ലൈറ്റ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ താഴെന്നോ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും സ്ക്രീനിൽ എന്താണെന്ന് കാണാൻ പറ്റും. ബട്ട് ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ ഓൺ ആകുന്ന സമയത്ത് ഈ ഒരു ആക്റ്റീവ് മെട്രിക്സ് എന്ത് ചെയ്യും, ലൈറ്റിനെ ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യും. ഈ ഒരു ടോർച്ച് ഫോക്കസ് ചെയ്യുന്ന പോലെ. അതുകൊണ്ട് നേരെ നോക്കുമ്പോൾ മാത്രമേ കാണുള്ളൂ, സൈഡിലുള്ളവർക്ക് ഇത് കാണാനായിട്ട് സാധിക്കില്ല. ആക്ച്വലി നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് പ്രൈവസി ഡിസ്പ്ലേയിൽ. ഒന്ന് പ്രൈവസി ഡിസ്പ്ലേ, ഒന്ന് മാക്സിമം പ്രൈവസി ഡിസ്പ്ലേ. ഒരു ലെവൽ 1 ലെവൽ 2 എന്ന് കരുതിക്കോ. നോർമലി പ്രൈവസി ഡിസ്പ്ലേ ഓൺ ആക്കുമ്പോൾ ഡിസ്പ്ലേ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ലെവൽ 2 ഇടുന്ന സമയത്ത് നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ഒരു ഗ്രേയിഷ് ടിന്റ് ആണ് വരുന്നത്. ബട്ട് ബ്ലാക്കിൽ കാണുന്നതിന്റെ ഒന്നും തന്നെ ഗ്രേയിലുള്ളപ്പോൾ കാണില്ല, മാക്സിമം പ്രൈവസിക്ക് വേണ്ടി. സോ ഒരു പ്രൈവസി സ്ക്രീൻ ഗാർഡ് പോലെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഈ പ്രൈവസി ഡിസ്പ്ലേ ഓൺ ആക്കുന്ന സമയത്ത് ഡിസ്പ്ലേ കുറച്ചുകൂടെ ഡിമ്മർ ആവുന്നുണ്ട്, കാരണം ആ ഒരു ഫീൽഡ് ഓഫ് വ്യൂ ലൈറ്റിന്റെ കുറയുന്നുണ്ടല്ലോ. ഇനി മാക്സ് പ്രൈവസി മോഡ് ഇടുമ്പോൾ കളറും ലേശം ഷിഫ്റ്റ് ആയിട്ട് റെസൊല്യൂഷനിലും വ്യത്യാസം വരുന്നുണ്ട്. സോ ഐ വുഡ് റെക്കമെൻഡ് നോർമലി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രൈവസി ഓപ്ഷൻ ഉപയോഗിക്കുക. ഇനിയിപ്പോൾ മെട്രോയിലോ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ പോകുന്ന സമയത്ത് പേയ്മെന്റ് ഒക്കെ കൊടുക്കണം, പാസ്വേഡ് ഒക്കെ അടിക്കണം എന്നിങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രം നിങ്ങൾക്ക് മാക്സ് പ്രൈവസി മോഡ് ഓൺ ആക്കി ഇടാവുന്നതാണ്. ഇനി പെർമനന്റ്ലി ഇത് ഓൺ ആക്കി ഇട്ടാൽ പോരെ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാം. അതുകൊണ്ട് ഇതിനകത്ത് സ്മാർട്ട് ആയിട്ട് ഇത് കസ്റ്റമൈസ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രം, അല്ലെങ്കിൽ പേയ്മെന്റ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രം, അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് മാത്രം സ്ക്രീന് ബ്ലർ ആവുക. എന്നാൽ നോർമലി ഉപയോഗിക്കുമ്പോൾ അതേപോലെ തന്നെ ഇരിക്കുക. അല്ലെങ്കിൽ പർട്ടിക്കുലർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രം ആ നോട്ടിഫിക്കേഷനെ മാത്രമായിട്ട് പ്രൈവസി ബ്ലോക്ക് ചെയ്യുക. ഇത്തരത്തിൽ ചെയ്യാൻ പറ്റും. ഇൻ കേസ് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു സാധനം ഓൺ ആക്കണമെങ്കിൽ നോട്ടിഫിക്കേഷനിൽ പോയി ഓൺ ആക്കുന്നതിന് വരെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലെ പവർ ബട്ടണില്ലേ, അത് ഡബിൾ ടാപ്പ് പ്രൈവസി മോഡ് സെറ്റ് ചെയ്ത് വെച്ചു. സോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പവർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്താൽ പ്രൈവസി മോഡ് ഓൺ ആവും. വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്താൽ അത് ഓഫ് ആവും. ഈ ഒരു ഷോർട്ട് കട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. പ്രൈവസി ഡിസ്പ്ലേ ആണ് അഡീഷണൽ ആയിട്ട് വന്നത്. പഴയ ആ ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഒക്കെ ഇത്തവണയും ഇതിനകത്തുണ്ട്. ആൻഡ് 10-bit ഡിസ്പ്ലേ ആയതുകൊണ്ട് കളേഴ്സ് കുറച്ചുകൂടി പഞ്ച് ചെയ്യാൻ കുറച്ചുകൂടി വിവിഡ് ആയിട്ട് തോന്നുന്നുണ്ട്. നോർമലി ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് 10-bit ഡിസ്പ്ലേ എന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല. ബട്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു S25 അൾട്രയും S26 അൾട്രയും കൂടി അടുത്തടുത്ത് വെക്കുമ്പോഴാണ് ഓക്കെ S26 അൾട്രയിൽ കുറച്ചുകൂടി കളേഴ്സ് ബെറ്റർ ആണ് എന്ന് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചത്, ഈ പ്രൈവസി മോഡ് ഓൺ അല്ലെങ്കിൽ പോലും S26 അൾട്രയിൽ നമ്മൾ ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബ്ലൂയിഷ് ടെന്റ് കയറി വരുന്നുണ്ട്. അപ്പോൾ ബ്ലൂ കുറച്ചൊന്ന് ഓവറായിട്ട് നിൽക്കുന്നുണ്ട്. സ്ക്രീൻ QHD പ്ലസിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രോ സ്കെയിലർ അഥവാ വീഡിയോസിനൊക്കെ ഒന്നൊന്ന് അപ്സ്കെയിൽ ചെയ്യുന്ന പരിപാടിയൊക്കെ കിട്ടും. സോ 6.9 ഇഞ്ചിന്റെ ഒരു QHD പ്ലസ് ആയിട്ടുള്ള ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ, 120 Hz
LTP അഥവാ 1 Hz 120 Hz പോകുന്ന ഡിസ്പ്ലേ ആണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ വിസിബിലിറ്റിക്ക് ഒരു പ്രശ്നമില്ല. 2600 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് ഉണ്ട്, ആസ് സെയിം ആസ് ലാസ്റ്റ് ഇയർ. ആൻഡ് മിഡിൽ ആയിട്ട് നിങ്ങൾക്ക് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, വളരെ ഫാസ്റ്റ് ആണ്. ബട്ട് പെർഫോമൻസിന്റെ കാര്യം വരുന്ന സമയത്ത് ലൈക്ക് എവറി ഇയർ ആ ഒരു കൊല്ലത്തെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഏതാണോ ചിപ്സെറ്റ് അതിനെ സാംസങ്ങിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിനകത്തും സ്നാപ്ഡ്രാഗൺ 8 Gen 5 4 Galaxy. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോസർ, ഒന്നും പറയാനില്ല. ഏകദേശം ഒരു 32 lakhs AnTuTu സ്കോർ അതിന് മുകളിൽ കിട്ടുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള LPDDR5X RAM ആൻഡ് UFS 4.0 സ്റ്റോറേജ് ആണ്. സാംസങ്ങിന്റെ കയ്യിൽ UFS 4.1 സ്റ്റോറേജ് ഉണ്ടാവും, ബട്ട് ഐ തിങ്ക് മേ ബി ഇനി വരുന്ന ഫോൾഡിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫാസ്റ്റ് ആൻഡ് സർപ്രൈസിംഗ്ലി AnTuTu റൺ ചെയ്യുന്ന സമയത്ത് ഇത്ര പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആയിട്ട് പോലും ജസ്റ്റ് 42-43 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ചൂട് കൂടിയുള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് അലുമിനിയം ആക്കി, രണ്ട് ഇതിനകത്ത് പുതിയ വേപ്പർ ചേമ്പർ കൂളിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചുകൂടി വലിയ വേപ്പർ ചേമ്പർ കൂളിംഗ് ആണ്. സോ യെസ്, അത് ഇതിനകത്ത് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ വാമത്ത് ഫീൽ ചെയ്യേയില്ല എന്നല്ല, ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ഔട്ട്ഡോറിൽ നിങ്ങൾ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 4K വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രെയിമിന്റെ ഭാഗം ചെറുതായിട്ട് വാമാവുന്നുണ്ട്. ഒരു കേസ് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യില്ല. ആൻഡ്രോയിഡ് 16 വരുന്നത് One UI 8.0 ആൻഡ് മാൻ One UI കുറിച്ച് ഒന്നും പറയാനില്ല. ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ഒരു മെച്ചുവർ ആയിട്ടുള്ള ഏറ്റവും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ്രോയിഡ് OSs തന്നെയാണ് ഈ ഒരു One UI 8. ആ ഒരു UIന്റെ സ്മൂത്ത്നെസ് ആയിക്കോട്ടെ, ഫംഗ്ഷനാലിറ്റീസ് ആയിക്കോട്ടെ, ടോഗിൾസ് ആയിക്കോട്ടെ, എല്ലാം അടിമുട്ടി നല്ല രസമാണ്. ആൻഡ് യെസ്, 7 ജനറേഷൻ OS അപ്ഡേറ്റുകളും 7 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സും ആസ് യൂഷ്വൽ ഇതിന് പ്രോമിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് ഞാൻ കണ്ട കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഹോം സ്ക്രീനിൻ്റെ അകത്ത് നിങ്ങൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പുതിയൊരു ഫൈൻഡർ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി ആപ്പ് ഡ്രോയറിൽ പോകുമ്പോൾ ആ ഒരു സെർച്ച് ബാർ നേരത്തെ താഴെയായിരുന്നു, ഇപ്പോഴും താഴെയാണ്, പക്ഷെ അത് കുറച്ചുകൂടി കൂട്ടിയായിട്ടുണ്ട്. ആൻഡ് ആ ഒരു സെർച്ചിനകത്ത് ബിക്സ്ബി ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് നാച്ചുറൽ ലാംഗ്വേജിൽ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഒരു സെറ്റിംഗ് എടുത്ത് കാണിച്ചു തരും. പിന്നെ നോട്ടിഫിക്കേഷൻ പാനൽ മാറിയിട്ടുണ്ട്, അത് കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, റീസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പാർഷ്യൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഒരു ഭാഗം മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും കണ്ടു. പ്ലസ് പുതിയൊരു Galaxy AI ഫീച്ചർ വന്നിട്ടുണ്ട്, കോൾ സ്ക്രീനിങ്. ഇതിലൂടെ കോൾ നിങ്ങൾ പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, AI പിക്ക് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് അതിന്റെ സമ്മറി അവിടെ കാണിച്ചു തരും. വേണമെങ്കിൽ നിങ്ങൾ പിക്ക് ചെയ്താൽ മതി. പക്ഷേ ഇപ്പോഴത്തേക്ക് ഇത് മലയാളം ലാംഗ്വേജിൽ ഞാൻ കണ്ടില്ല. ഇനി AI ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആ UIയിൽ ചെറിയൊരു ഇംപ്രൂവ്മെന്റ് ഞാൻ കണ്ടു. നിങ്ങൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നറിയാൻ വേണ്ടി ഒരു ഹിസ്റ്ററി പാനൽ വന്നിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ കൊല്ലം S25 അൾട്രയിൽ ഉണ്ടായ എല്ലാ AI ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. ആൻഡ് കുറച്ച് എക്സ്ട്രാ AI ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോ അസിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആ ഒരു ഫോട്ടോയിൽ എഡിറ്റ്സ് വരുത്താനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു ഫോട്ടോയിൽ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അവിടെ മാത്രം ഒന്ന് സർക്കിൾ ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ മാത്രം ജനറേറ്റ് ആവുന്നുണ്ട്. ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഒക്കെ ജനറേറ്റ് ചെയ്യാം. ഈവൻ ഇപ്പോൾ എൻ്റെ പെറ്റിന്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, ആൻഡ് ഒരു ബെഞ്ചിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഈ ബെഞ്ചിൽ എനിക്ക് ഈ പെറ്റിനെ ഇരുത്തണമെങ്കിൽ ഈ ബെഞ്ച് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഈ ഒരു പെറ്റിന്റെ ഫോട്ടോ ചൂസ് ചെയ്തിട്ട് സിറ്റ് ഓൺ ദ ബെഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ AI അതിനെ പിടിച്ച് ബെഞ്ചിന്റെ മേളിലേക്ക് ഇരുത്തും. ഇത്തരത്തിൽ ഫോട്ടോസ് തമ്മിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഗൂഗിൾ പിക്സൽ ഫോണിന്റെ വീഡിയോ ഞാൻ ഒരു മാജിക് ക്യൂനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഫോൺ കുറേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന സമയത്ത് പല ആപ്ലിക്കേഷൻ്റെ പല കാര്യങ്ങൾ ഫോൺ മനസ്സിലാക്കി നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ കീബോർഡിൽ തന്നെ സജഷൻ തരുന്ന പരിപാടി, അതിനെ ഇവർ നൗ നഡ്ജ് എന്നാണ് പറയുന്നത്. നൗ നഡ്ജ് അറിയണമെങ്കിൽ നമ്മൾ ഒരു കുറച്ച് അധികം നാൾ ഫോൺ ഉപയോഗിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ബട്ട് ബേസിക്കലി ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളൊരു ട്രിപ്പിന് പോയി കുറേ ഫോട്ടോസ് എടുത്തു, അടുത്ത ദിവസം നിങ്ങൾക്ക് മെസ്സേജ് വരുവാണ്, എടാ ആ ഫോട്ടോസ് ഒന്ന് അയച്ചിരുന്ന് ചോദിക്കുമ്പോൾ ഈ നൗ നഡ്ജ് അത് എന്താണെന്ന് മനസ്സിലാക്കി പോയി ആ ഒരു ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒറ്റ ടാപ്പിൽ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് കൊണ്ടുവരും. ഈവൻ നൗ ബാർ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. കുറേ സോഴ്സുകളിൽ നിന്ന് ഇൻഫർമേഷൻ അതിന് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് കുറച്ചുകൂടി കാര്യങ്ങൾ അവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ആ വീഡിയോയ്ക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ അതിനെ കളയാൻ വേണ്ടിയായിരുന്നു ഓഡിയോ എറൈസർ എന്ന ഓപ്ഷൻ, അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഇനി മുതൽ നിങ്ങൾ എടുത്ത വീഡിയോ മാത്രമല്ല, നിങ്ങൾ വീഡിയോ സ്ട്രീം ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ഒരു ഫുഡ് വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ അയാൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല, നോയ്സ് കാരണം എന്തുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ പാനലിൽ നിന്ന് വിളിക്കുമ്പോൾ അവിടെ ഓഡിയോ എറൈസറിന് ഓപ്ഷൻ വരും. ആ ഓഡിയോ എറൈസർ ടാപ്പ് ചെയ്ത് നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അത് കട്ട് ചെയ്യും, അതിൻ്റെ ലെവലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അദ്ദേഹം പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്നുണ്ടെങ്കിൽ വോയിസ് ഫോക്കസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണാക്കിയിട്ടാലും മതി. S25 അൾട്രയും S26 അൾട്രയുടെയും ക്യാമറാസ് നോക്കുവാണെങ്കിൽ ലേഔട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ് ആൻഡ് അതിന്റെ മെഗാ പിക്സൽസും സെയിം ആണ്. ബട്ട് പ്രധാന വ്യത്യാസം വന്നിരിക്കുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് ഇതിന്റെ പ്രോ വിഷ്വൽ എഞ്ചിൻ അഥവാ പ്രോസസിംഗിൽ, ആൻഡ് രണ്ടാമത്തത് പ്രൈമറി 200 മെഗാ പിക്സൽ ക്യാമറയുടെ അപ്പർച്ചർ കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. F1.7 നിന്നും F1.4 ആക്കിയിട്ടുണ്ട്. 1.7 1.4 ആക്കാന്ന് പറഞ്ഞാൽ കുറയ്ക്കുന്നതല്ലെന്ന് വിചാരിക്കരുത്. 1/1.7 നിന്നും 1/1.4 ആക്കിയിട്ടുണ്ട്. സോ കൂട്ടിയിട്ടുണ്ട്. ഈവൻ 5x ടെലിഫോട്ടോ ക്യാമറ 3.4 2.9 F കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട
ഗുണം ഡേ ലൈറ്റിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരില്ലെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ലാർജർ അപ്പർച്ചർ ആയതുകൊണ്ട് തന്നെ ക്ലോസ് അപ്പ് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ബൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് ഫീൽ ചെയ്യും. കുറേ ഡേ ലൈറ്റ് ഫോട്ടോ സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പല ക്യാമറയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന. എന്നാൽ അപ്പർച്ചർ കൂട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഗുണം വരുന്നത് നൈറ്റ് ഫോട്ടോ എടുക്കുമ്പോഴാണ്. നൈറ്റ് ഫോട്ടോ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. പ്രൈമറി ക്യാമറയിൽ എടുക്കുന്ന നൈറ്റ് ഫോട്ടോസ് നോക്കി എന്ത് രസമാണ്, ഗ്രെയിൻസ് ഇല്ല, കളേഴ്സ് നാച്ചുറലാണ്. പല ഫോട്ടോയും കാണുമ്പോൾ രാത്രിയാണോ എടുത്തത് എന്ന് പോലും തോന്നുന്ന രീതിക്ക് ബെറ്റർ ആക്കിയിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ 5x നിങ്ങൾ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി, ഡീറ്റെയിൽസ്, ആ ഒരു ലൈറ്റിംഗ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റിയലി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് പ്രൈമറി ക്യാമറയിൽ എടുക്കുന്ന ഈ ഒരു നൈറ്റ് ടൈം ഫോട്ടോസ്, ഈവൻ 5x ടെലിഫോട്ടോയിൽ എടുക്കുന്ന നൈറ്റ് ഫോട്ടോസ്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഈവൻ ഒരു പ്രോസസിംഗ് അൽഗോരിതം വരെ മാറിയിട്ടുണ്ട്. ഈ പ്രോ വിഷ്വൽ എഞ്ചിൻ്റെ ആണോ എന്നറിയില്ല. നമ്മൾ പ്രൈമറി 200ലും 5xലും അല്ലാതെ 3xൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പോലും ഗ്രെയിൻസ് കുറവാണ്. ആൻഡ് ഈവൻ സെൽഫീസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നൈറ്റ് സെൽഫീസ്. ഈവൻ ദോ സ്റ്റിൽ 12 മെഗാപിക്സൽ ക്യാമറ, പ്രോസസിംഗ് ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. എന്തിനാ നൈറ്റ് ടൈമിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നൈറ്റ് വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പോലും ഈ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഇത് പ്രൈമറി ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്രെയിൻസ് കുറവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ 5x ടെലിഫോട്ടോ ക്യാമറയിലും വളരെ ലോ ലൈറ്റിൽ നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും നല്ല ഡീറ്റെയിൽസ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. മാക്സിമം 8K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 4K 60 FPS ചെയ്യാൻ പറ്റും, 4K 120 FPS ചെയ്യാൻ പറ്റും, ഈവൻ 4K പോർട്രേറ്റ് വീഡിയോസും എടുക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ കൊല്ലവും ഉണ്ടായതാണ്. എന്താണ് പുതിയതെന്ന് വെച്ചാൽ പുതിയ ഹൊറൈസൺ ലോക്കിൻ്റെ ഫീച്ചറാണ്. ബേസിക്കലി ഹൊറൈസൺ ലോക്ക് ഇതിന് മുന്നേ പല ബ്രാൻഡുകളും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റേഷൻ മാത്രമല്ല, അതിൻ്റെ ഔട്ട്പുട്ട്സിൻ്റെ ക്വാളിറ്റിയും വ്യത്യാസമുണ്ട്. ജസ്റ്റ് വീഡിയോ മോഡിൽ പോയിട്ട് സൂപ്പർ സ്റ്റഡി ഓൺ ആക്കിയിട്ട് അതിനകത്ത് സൂപ്പർ സ്റ്റഡി വിത്ത് ഹൊറൈസൺ ലോക്ക് ഓൺ എന്ന ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ തിരിക്കുമ്പോൾ പോലും അതിൻ്റെ വീഡിയോ കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യില്ല, വളരെ സ്റ്റേബിൾ ആയിരിക്കും. ഈവൻ നിങ്ങൾക്ക് ക്വാഡ് HD 60 FPSൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ഹൊറൈസൺ ലോക്ക് ഓൺ ആയിരിക്കുമ്പോൾ പോലും. സോ അതാണ് ഇതിനകത്തുള്ള ഒരു വ്യത്യാസം. രണ്ടാമത്തെ ചേഞ്ച്, വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ലോഗ് ഓപ്ഷൻ ഓൺ ആക്കി ലോഗിൽ വീഡിയോ എടുക്കാൻ പറ്റും. ഇനി ലോഗിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് പ്രിവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് ലട്സ് അപ്ലൈ ചെയ്ത് എങ്ങനെ ഉണ്ടാവും കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ എന്നറിയാൻ പറ്റും. വീഡിയോ എടുത്ത ശേഷമാണെങ്കിൽ പിന്നെ പോയിട്ട് എഡിറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലട്സ് അവിടെ അപ്ലൈ ചെയ്ത് വീഡിയോ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ലോഗിൽ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫയൽ സൈസ് വളരെയധികം കൂടുതലായിരിക്കും. ബട്ട് അത്രയും ഡീറ്റെയിൽസ് അവിടെ ക്യാപ്ചർ ആവുന്നുണ്ട്. കണക്ടിവിറ്റി വൈസ് എല്ലാം ഫ്ലാഗ്ഷിപ്പ് ആണ്. 17 5G ബാൻഡ്സ്, ലേറ്റസ്റ്റ് Wi-Fi 7, Bluetooth 6, NFC ഉണ്ട്, USB 3.2 Gen 1 eSIM-ന്റെ സപ്പോർട്ട് ഉണ്ട്. ബട്ട് ബാറ്ററി സ്റ്റിൽ 5000 mAh ആണ്. അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ബട്ട് മാറ്റം വന്നിട്ടുള്ളത് ഫാസ്റ്റ് ചാർജിങ്ങിലാണ്. കാലങ്ങളായി 45 വാട്ടിലായിരുന്നു, ഇപ്പോൾ 60 വാട്ടിലായിട്ടുണ്ട്. നമ്മൾ ചാർജർ പ്ലഗ് ചെയ്യുന്ന സമയത്ത് പണ്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 എന്നാണ് കാണിച്ചിരുന്നത്, ഇപ്പോൾ അത് 3.0 എന്ന് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങിൽ ആ ചീറ്റു സ്റ്റാൻഡേർഡ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പിക്സലിൽ കണ്ട സാധനം കൊണ്ടുവന്നിട്ടില്ല എങ്കിലും ഫാസ്റ്റ് ചാർജിങ് കൂടിയിട്ടുണ്ട്. 25 വാട്ട്സ് വരെ ഇപ്പം ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ആവും. ഇനി മാഗ്നറ്റിക്കലി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് ആ ഒരു കേസ് കിട്ടുമല്ലോ, മാഗ്നറ്റിക് റിംഗുള്ള ആ ഒരു കേസ് ഇട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബട്ട് 5000 mAh ആണെങ്കിൽ നല്ലപോലെ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മിസ്റ്റർ ഊസ് ദ ബോസിൻ്റെ ഒരു ബാറ്ററി കമ്പാരിസൺ വീഡിയോ കൊണ്ടുവന്ന സമയത്ത് ഇത് ഏകദേശം 12 മണിക്കൂറോളമാണ് ഇതിൻ്റെ ബാറ്ററി നിന്നത്. സ്റ്റിൽ ഇറ്റ്സ് എ 5000 mAh ബാറ്ററി. സോ പ്രോസസർ ഈസ് കേപ്പബിൾ ആൻഡ് അത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആണ്. സോ യെസ്, ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തേക്ക് യാതൊരു പ്രശ്നവുമില്ല. ബട്ട് ഇതിൻ്റെ 12GB RAM 256GB സ്റ്റോറേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1.39 lakhs അഥവാ 1.4 lakhs ആണ്. ഇൻ കേസ് നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് ആൻഡ് ഈ വീഡിയോ മാർച്ച് 10-ാം തീയതിയോ അതിന് മുന്നെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ആ ഒരു ഇൻട്രോഡക്ടറി ഓഫേഴ്സ് ഉണ്ടാവുമല്ലോ, 512GB നിങ്ങൾക്ക് 256 പ്രൈസിൽ കിട്ടും. ആ പരിപാടി ഇക്കൊല്ലോ ഉണ്ട്. പക്ഷേ ഹയർ വേരിയൻറ്റിൽ മാത്രമേ നിങ്ങൾക്ക് 16GB RAM കിട്ടുള്ളൂ, ഏത് 1TB സ്റ്റോറേജിൻ്റെ ഒപ്പം ഉള്ള. ബട്ട് അതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് 1.9 lakhs ആണ്. അപ്പോൾ ഏകദേശം ഒരു 2 lakh മാർക്കിൻ്റെ അടുത്തേക്കൊക്കെ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസുകൾ എത്തി തുടങ്ങി. ബട്ട് കമ്പയർ ടു S25 Ultra, S26 Ultra അത്ര മാരകമായിട്ടുള്ള ചേഞ്ചുകളൊന്നും നിങ്ങൾക്ക് തോന്നില്ല. ബട്ട് ഐ ഡോണ്ട് നോ, ബ്രാൻഡുകളും ഈ ഒരു 7 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് കൊടുക്കുന്നതുകൊണ്ട് S25 ഉള്ളവർ S26 മേടിക്കണം എന്നായിരിക്കില്ല ചിന്തിക്കുന്നത്. മറിച്ച് പഴയ ഒരു S22 Ultra അല്ലെങ്കിൽ S23 Ultra ആ ഒരു ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും. പല ആൾക്കാരും ഗ്രീൻ ലൈനിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രൈവസി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഗ്രീൻ ലൈൻ വരാണ്ടിരിക്കാൻ, കാണാണ്ടിരിക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് ഉപയോഗിക്കാവുന്നത്. ബട്ട് സി ഐ ഡോണ്ട് തിങ്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇപ്പോൾ അത്ര എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാം, മേ ബി ഒരു 2024 മുന്നേ വരെ മേടിച്ച ആ ഒരു സമയത്ത് ഇറങ്ങിയ ഫോണുകൾക്കൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ആസ് ഫാർ ആസ് റൈറ്റ് നൗ ഐ ഡോണ്ട് തിങ്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള S25 Ultraയിലായിക്കോട്ടെ, ഈവൻ S24 Ultraയിലായിക്കോട്ടെ, S24 Plusലായിക്കോട്ടെ, കാര്യമൊന്നും ഇതുവരെ ഗ്രീൻ ലൈൻ ഒന്നും വന്നിട്ടില്ല. ആൻഡ് യെസ്, ഡിസ്പ്ലേയിൽ ഇത്രത്തോളം ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തിയുകൊണ്ട് ആ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് യുവർ ഓൺ ചോയ്സ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ബട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.